ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ കുറ്റം സംബന്ധിച്ച് പ്രതി സെബാസ്റ്റ്യൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് കുറ്റം സംബന്ധിച്ചതായുള്ള വിവരം. സംസ്ഥാനത്തിന് പുറത്തേക്ക് ഈ പ്രതിയുമായി തെളിവെടുപ്പിന് പോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ ബിന്ദു കൊലപാതക കേസിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചേർത്തല കോടതിയിൽ നേരത്തെ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബിന്ദു കൊലപാതകവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതായും സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തതായും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കാണാതായ 2026 തന്നെ ബിന്ദു കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബിന്ദുവിന്റെ മൃതദേഹമടക്കം കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. 2021 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതായി നിഗമനത്തിലെത്തിയെങ്കിലും സംശയനിഴലായ സെബാസ്റ്റ്യനെതിരെ അന്ന് കൊലപാതക കേസ് എടുത്തിരുന്നില്ല. 2017 സെപ്റ്റംബറിൽ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതിയിൽ ആദ്യം പട്ടണക്കാട് പോലീസാണ് അന്വേഷണം നടത്തിയത്. പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി ഇടപെടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ KR രൂപേഷ് രംഗത്തെത്തി. IPS ദല്ലാൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുന്നതായും രൂപേഷ് വ്യക്തമാക്കി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.